രാവിലെ സമയം 4 മണി. ഞാൻ അസർബൈജാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബാക്കു എന്ന് പറയുന്ന നഗരത്തിലോട്ട് ഞാനിതാ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനിന്ന് നേരെ പോകുന്നത് എമിഗ്രേഷനിലോട്ടാണ്. അസർബൈജാൻ വരാനായിട്ട് ഇന്ത്യക്കാർക്ക്, ഇന്ത്യൻ പാസ്പോർട്ടുള്ള ആളുകൾക്ക് വിസ വേണം. ഓൺലൈനിൽ ഈ വിസ അപ്ലൈ ചെയ്താൽ മതി. $25. സാധാരണ അധികം വലിയ ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളൊന്നും തന്നെ കൊടുക്കണ്ട, ഈസി ആയിട്ട് വിസ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അസർബൈജാനിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് തുടങ്ങുക. എമിഗ്രേഷനിൽ നല്ല ക്യൂ ഉണ്ടല്ലോ ഇവിടെ. അധികം പ്രത്യേക കാര്യങ്ങളൊന്നും ചോദിക്കാതെ തന്നെ എന്നെ അവർ കടത്തി വിട്ടിട്ടുണ്ട്. ഞാനങ്ങനെ ഇനി ബാഗേജ് കൗണ്ടറിലോട്ട് പോയിട്ട് എൻ്റെ ബാഗ് കളക്ട് ചെയ്യണം. ഒരു കുഞ്ഞ് എയർപോർട്ടാണ്, നമ്മുടെ ക്യാപിറ്റലിലുള്ള ബാക്കു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടെ നമ്മുടെ അസർബൈജാൻ്റെ ഒരു മാപ്പ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ അസർബൈജാൻ. ഇവിടെ ആയിട്ടാണ് നമ്മുടെ അർമേനിയ വരുന്നത്. ഇവിടെ ആയിട്ട് നമ്മുടെ ജോർജിയ വരും. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ റഷ്യൻ ഫെഡറേഷൻ, റഷ്യ വരും. അപ്പോൾ ഇവിടുന്ന് റഷ്യയുടെ ബോർഡർ. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഇറാൻ്റെ ബോർഡറാണ് കേട്ടോ. ഇറാൻ്റെ ബോർഡർ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് ഇവരുടെ പ്രധാന ശത്രുവായിട്ടുള്ള അർമേനിയ. അസർബൈജാൻ്റെ പ്രധാന ശത്രു എന്ന് പറയുന്നത് അർമേനിയ എന്ന് പറയുന്ന രാജ്യമാണ്. ജോർജിയയുമായിട്ട് റഷ്യയുമായിട്ടൊക്കെ അത്യാവശ്യം നല്ല ബന്ധമാണ്. മെയിനായിട്ട് റഷ്യയുടെ അടുത്ത് നല്ല ബന്ധമാണ്. പിന്നെ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം കൂടുതൽ സിമിലാരിറ്റി ഉള്ളത് ഇറാനിയൻസിൻ്റെ അവിടെയാണ്. പേർഷ്യൻ കൾച്ചറും പേർഷ്യക്കാരും അടുത്തുമായിട്ടൊക്കെയാണ് ഭയങ്കര ഇതുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ക്യാപിറ്റൽ നഗരമായിട്ടുള്ള ബാക്കു എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ധാരാളം ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി രാജ്യമാണ്. അപ്പോൾ നമുക്ക് കാണാം. ഞാനാണ് അവസാനത്തെ ആള്, ബാക്കി എല്ലാവരും പോയി. ഇനി ബസ് എടുത്ത് സിറ്റിയിൽ പോകണം. ഈ വെളുപ്പകാലത്ത് 6 മണിക്ക് എന്തേ ഉള്ളൂ കേട്ടോ. അപ്പം ബാക്കിയുള്ള ആൾക്കാരെല്ലാം കുറച്ച് മുമ്പേ ആയിരുന്നെങ്കിൽ ആരെങ്കിലും ഒരാളെ പരിചയപ്പെട്ട് അവരുടെ കൂടെ സിറ്റിയിൽ പോകുമായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തോട്ട് നമ്മുടെ ഇറങ്ങിയിട്ടുണ്ട്. ബസ്, ടാക്സി, ഇതാണ് കേട്ടോ നമ്മുടെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു കാഴ്ച. എനിക്കൊന്ന് കുഞ്ഞ് എയർപോർട്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര വലിപ്പമൊന്നുമില്ല ബാക്കു ഇൻ്റർനാഷണൽ എയർപോർട്ട്. പിന്നെ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരും. ഈ രാജ്യത്തിൻ്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഓയിലും ഗ്യാസൊക്കെ തന്നെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ എയർപോർട്ടിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച. അടിപൊളി. അങ്ങായിട്ട് വേറൊരു ടെർമിനലും അവിടെ ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ടെർമിനൽ 2 ആണ്. ഇതുപോലത്തുള്ള വിസ് എയർ ഫ്ലൈറ്റൊക്കെ വന്നിറങ്ങുന്നത് ടെർമിനൽ 2 ആണ്. പിന്നെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റും എല്ലാം വരുന്നത് ഇവിടെയാണ്. ഞാനിവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വേറെ ആരും ഇല്ല കേട്ടോ, എല്ലാവരും പോയി. 5 മണിയായപ്പോൾ തന്നെ നേരം വെളുത്തു. ഞാൻ ബസ്സിന് വേണ്ടി നിൽക്കുവാണ് കേട്ടോ. വെളുപ്പാകാലത്ത് 5 മണി വരെ 1 മണിക്കൂർ ഇടവിട്ടേ ബസ്സുള്ളൂ. പകലാണെങ്കിൽ 20 മിനിറ്റിനൊക്കെ എന്തോ ബസ്സുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മെഷീനിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കാം. ഞാനിനി ഇവിടെ നിന്ന് ഞാൻ മനാത്ത് കൊടുത്തിട്ട് ഇവിടുത്തെ ഒരു കാർഡ് വാങ്ങുവാണ് ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട്. കാണുന്നതാണ് എയർപോർട്ട് എക്സ്പ്രസ്. 3 മനാത്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് 150 രൂപ തോന്നുന്നതാണ് കേട്ടോ. 3 മനാത്ത് ഒരു കാർഡ് വാങ്ങാം. അതിൽ കുറച്ച് പൈസ കുറച്ചിട്ട് നമുക്ക് ഈ കാർഡ്. അങ്ങനെ ഞാൻ എയർപോർട്ട് എക്സ്പ്രസ് ബസ്സിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ഈ ബസ്സിൽ വന്നിട്ട് ഇവിടുത്തെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോപ്പിലോട്ട് വന്നു. ഈ പുള്ളിയാണ് എന്നെ സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ഇവർ ടാക്സിക്കാരാണ് എൻ്റെ ടാക്സിക്ക് വേണ്ടി വന്നിരിക്കുന്നത്. സലാം. നമ്മളങ്ങനെ കർഗളു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്റ്റേഡിയം, ആ കാണുന്നത് നമ്മുടെ ലൂവർ മ്യൂസിയം പോലുള്ള ഒരു സംഭവം. ഇവിടെ പാലം, ഇവിടെ ഒരു പാർക്ക്, കാറ്റ്. ആർക്കിടെക്ചർ കണ്ടില്ലേ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ആർക്കിടെക്ചർ. ഈ ഒരു 100% ആളുകളുള്ള രാജ്യത്ത് 95% മുസ്ലിങ്ങളാണ് കേട്ടോ ഇവിടെ ജീവിക്കുന്നത്. രാവിലെ തന്നെ നല്ല കാറ്റാണ്. ഈ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ ഒരു സോവിയറ്റ് ടച്ചോ യൂറോപ്പ് ടച്ച് പോലെ തോന്നുന്നുണ്ട്. കാരണം ഇവിടെ 1800 കാലഘട്ടങ്ങളിൽ ഓയിൽ വന്ന് ബൂമായപ്പം യൂറോപ്പിൽ നിന്നുള്ള കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് അവരുടെ ശൈലിയിലുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ പണിതു. അതിനു മുമ്പ് ഇവിടെ ഒരു ഇസ്ലാമികമായിട്ടുള്ള കുറേ ബിൽഡിങ്സൊക്കെ ആയിരുന്നു. ഒരു ഇസ്ലാമിക് ശൈലിയിലുള്ള ഒരു ആർക്കിടെക്ചർ ആയിരുന്നു. പിന്നെ സോവിയറ്റ് ശൈലിയിലുള്ള ബിൽഡിങ്ങുകൾ കാണാം. പിന്നെ കുറേ ഭാഗത്തൊക്കെ ആയിട്ട് പുതിയ ഒരു മോഡേൺ ആർക്കിടെക്ചറും കാണാം. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ അതിൻ്റെതാണ് ഈ കാണുന്നതൊക്കെ. ഒരു അമ്മച്ചി വന്നിട്ട് എല്ലാ പ്രാവുകൾക്കും രാവിലെ തന്നെ തീറ്റ കൊടുക്കുവാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഒരു കൊറഗളു എന്ന് പറഞ്ഞ ഒരു സൈൻ ബോർഡ് ഇവിടെ അവർ നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. അസർബൈജാൻ വന്നപ്പോൾ ഒരു സന്തോഷം കേട്ടോ. അതായത്
ഇങ്ങനെ ബാഗും തൂക്കി നടക്കുന്ന എന്നെ കാണാൻ എല്ലാ ആൾക്കാരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നു. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഒരാൾ നോക്കൂലല്ലോ, നോക്കിയാൽ മറ്റേ ഒരു വലിയൊരു പ്ലസൻ്റ് അല്ലാത്ത രീതിയിലല്ലേ നോക്കുള്ളൂ നമ്മളെ കണ്ട. ഇവിടെ നമ്മളെ കണ്ട എന്താ അതിശയം പോലെ നോക്കുന്നു. അപ്പോൾ പെട്ടെന്ന് യൂറോപ്പിൽ നിന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷവും ഒരു നല്ലൊരു ഫീല് കേട്ടോ. അതായത് നമുക്കൊരു പ്ലസൻറ്റ് ഫീൽ ഇവിടെ നിന്ന് അനുഭവപ്പെടുന്നു. എന്നെ നേരത്തെ കാണിച്ച സ്ഥലം തന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരക്ക് കൂടിയിട്ടുണ്ട്. ആളുകളെല്ലാം രാവിലെ ഓഫീസ്, ജോലിക്ക് അങ്ങനെയൊക്കെ പോകാനായിട്ടുള്ള തിരക്കൊക്കെയാണ് കേട്ടോ രാവിലെ. സമയം ഇപ്പോൾ 7:30 മണിയായി. ഇവിടെ നിന്ന് നേരെ ബാക്കുവിലെ ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനിലോട്ട് വന്നതാണ്. ട്രെയിനല്ല, നമ്മുടെ മെട്രോ സ്റ്റേഷനിലോട്ട് വന്നതാണ്. എല്ലായിടത്തും ഇവരുടെ ബാക്കു കാർഡ്, പിന്നെ ബാങ്കിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇവിടെ ബാക്കി കാട്ടെന്ന് പറയുന്ന ഈ ഒരു കാർഡുണ്ട്. ഇവിടുത്തെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ തൻ്റെ കാർഡ് വയ്ക്കുന്നു. അതിൽ ബാലൻസ് 70 ഒരു മനാത്തില്ല, അതായത് 60 രൂപ അടുപ്പിച്ചുള്ളൂ. ഞാനിപ്പോൾ ഒരു 300 രൂപ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. ഇത് കയറിയില്ലേ? അയ്യോ, എടുക്കൂലേ പഠിച്ചവനെ? കയറുന്നില്ലല്ലോ, ഈ പൈസ എടുക്കുന്നില്ല. നല്ല പഴയ കാലം, നമ്മുടെ സോവിയറ്റ് കാലത്ത് പോലത്തെ മെട്രോ ആണല്ലോ. എനിക്ക് ഇത് സോവിയറ്റ് കാലത്തുള്ള മെട്രോ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, എനിക്ക് നല്ല പഴയകാല അസർബൈജാനി മ്യൂസിക്കൊക്കെ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ ടൈമും സമയമൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. സമയം രാവിലെ 7:50 ഇവിടെ നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ആകുമ്പോഴുള്ള മ്യൂസിക്. ഞാൻ മെട്രോ ഇറങ്ങി പുറത്തോട്ട് വന്നു. രാവിലെ മുതൽ ഭയങ്കര കാറ്റാണ് ഇവിടെ, ഫുള്ള് കാറ്റ്. എനിക്കറിയില്ല, ഈ കാണുന്നതൊക്കെ നമ്മുടെ സോവിയറ്റ് സ്റ്റൈലിലുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. അതായത് ഇവിടെ ആക്ച്വലി ആദ്യം എന്ന് പറയുമ്പോൾ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്ത് പണ്ട് ഇവിടെ റഷ്യൻ എംപയർ ഉണ്ടായിരുന്നല്ലോ, റഷ്യൻ എംപയർ. ആ സമയത്ത് റഷ്യൻ എംപയർ വന്നു. അതിനു മുന്നേ ഇസ്ലാമിക കാലഘട്ടമായിരുന്നു. പിന്നീട് റഷ്യൻ എംപയർ വന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ആരൊക്കെ വന്ന് ഇവിടെ ഭരിച്ചിരുന്നു. പിന്നെ അതിനുശേഷമൊക്കെയാണ് സോവിയറ്റ് യൂണിയൻ വന്നത്. സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞിട്ട് പിന്നെ ഇവർ 1990 കാലഘട്ടങ്ങളിലായപ്പോഴൊക്കെയാണ് അവർ ഫ്രീ ആയി, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറിയത്. എല്ലാ ആൾക്കാരും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എന്നെ നോക്കുവാണ് കേട്ടോ. ഞാനിവിടെ ടോയ്ലറ്റിൽ വന്നതാണ്. ഇവിടുത്തെ ടോയ്ലറ്റിലൊക്കെ 30 കോപ്പിക് എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. ഇവരുടെ മനാത്താണ്. ഒരു മനാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 60 രൂപയാണ്. അപ്പോൾ 30 എന്ന് പറയുമ്പോൾ ഒരു 20 രൂപ. അസർബൈജാൻ എന്നെ ചതിച്ചില്ല കേട്ടോ. ഭാഗ്യം. ഞാൻ എൻ്റെ വാലറ്റ് മറന്നു വെച്ചിട്ട് പോയി. ലാസ്റ്റ് 4 സ്റ്റേഷൻ പോയി തിരിച്ച് വന്നിട്ട് വീണ്ടും വാലറ്റ് എടുത്ത് കിട്ടി. എൻ്റെ അടുത്ത് ഒരു അസർബൈജാൻ ചേട്ടൻ വന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. Man, where are you going? I'm fine. Yes. Now where are you going? Where are you going? Okay. Going to ഹോസ്പിറ്റൽ. പുള്ളിക്കാരൻ ഹോസ്പിറ്റലിലോട്ട് പോവാണ് കേട്ടോ. കാലെന്തോ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കമ്പനിയായി കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പാവം കേട്ടോ. ഇവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. അബ്ദുറഹ്മാൻ, see you later. ചോ, ബൈ ബൈ. Bye bye. തശക്കുർ അദ്രീൻ. അപ്പോൾ ഞാനിനി എൻ്റെ ബസ് കയറാനായിട്ട് വന്നിട്ടുണ്ട്. കുറേ വണ്ടികൾ എടുത്ത് ഞാൻ എൻ്റെ ഒരു കൗച്ച് സർഫിങ് ഹോസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കൗച്ച് സർഫിങ്ങിൽ ഇങ്ങനെ ഇട്ടു, ഞാൻ വരുവാണ്. അപ്പോൾ അങ്ങനെ എനിക്കൊരാൾ ഹോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ചിലയിടങ്ങളിൽ ഒരു പേർഷ്യൻ ടച്ച്, ഒരു തുർക്കിഷ് ടച്ച്, പിന്നെ ഇവിടുത്തെ ആളുകൾ തന്നെ പേർഷ്യൻ തുർക്കിഷ് ടച്ചുള്ള ആളുകളാണ്, മിക്സഡ് ആയിട്ടുള്ള ആളുകളാണ്. ബസ്സിൽ കയറി ഇവിടെ പുറത്തോട്ട് നോക്കിയാൽ ഏത് ബിൽഡിംഗ് നോക്കിയാലും ഒരു സോവിയറ്റ് ടച്ചാണ്. കറക്റ്റ് നമ്മൾ സോവിയറ്റ് രാജ്യങ്ങളിൽ പോയ ആ ഫീല് കറക്റ്റ്. ഇത് സോവിയറ്റ് കൺട്രി ആയിരുന്നല്ലോ. അവിടുത്തെ ഒരു പള്ളി നോക്കിക്കുക, ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ ഒരു പേർഷ്യൻ പള്ളികളൊക്കെ പോലെ, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഏഷ്യയിലുള്ള ഒരു പള്ളി സ്റ്റൈലിലൊക്കെ പോലത്തെ. ഞാനങ്ങനെ ഇവരുടെ ഒരു പഴയ സോവിയറ്റ് ബിൽഡിങ്ങിലോട്ട് കയറി ചെന്നിട്ടുണ്ട്. നല്ല പഴക്കം ചെന്ന ബിൽഡിംഗ് ആണല്ലോ.
അങ്ങനെ അവസാനം വീട്ടിൽ നിന്ന് കുളിച്ചൊഴുങ്ങി ഞാൻ വീട്ടിൽ പോയി കുളിച്ചൊഴുങ്ങി. പക്ഷെ എൻ്റെ ഹോസ്റ്റിന് വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്റ്റിനെ കാണിച്ചുതരാം, വേറെ ഒരാളെ കാണിച്ചുതരാം. ഹലോ, ¿cómo estás? Todo bien. ¿A dónde vas? Vamos a Nizami. Vamos, Nizami. Sí, y vamos a tomar un bus y después vamos a ir por Zoom. ¿Tú hoy no feliz? Sí, estoy muy feliz. No, hoy no feliz. ¿Cómo? Porque Argentina... We're very sad. We're all crying. So, yeah. ഓക്കെ വാമോസ്. ഞാനങ്ങനെ It's drama today. ഇന്നലെ അർജന്റീന ബ്രസീലിനോട് തോറ്റു. പുള്ളിക്കാരി അർജന്റീനക്കാരിയാണ്. പുള്ളിക്കാരി എൻ്റെ ഹോസ്റ്റിൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. വാമോസ്. സലാം. നസീർ. എല്ലാവരും കണ്ടില്ല, ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ ആളുകളൊക്കെ. യൂറോപ്പിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെ ഞാൻ കാർഡ് ടാപ്പ് ചെയ്ത് കയറ്റാം. നമ്മുടെ മെട്രോ പാതി വെച്ചിട്ട് അസർബൈജാനിൽ അതാ ബാക്കുവിലെ മെട്രോ ഇവിടെ പാതി വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. വീണ്ടും താ എടുത്തു. നമ്മുടെ ഓരോ സ്റ്റേഷൻ അനുസരിച്ചിട്ട് ഓരോ മ്യൂസിക് ഇടും കേട്ടോ. ഇപ്പൊ ഈ കാണുന്ന സ്റ്റേഷനിൽ വന്നോ, ഈ കാണുന്ന സ്റ്റേഷന് വേറെ പ്രത്യേക മ്യൂസിക് ഉണ്ട്. അങ്ങനെ ഓരോ പ്രത്യേക മ്യൂസിക്കുകൾ ഓരോ സ്റ്റേഷനും. നല്ലൊരു കൺസെപ്റ്റ് കേട്ടോ, നല്ല മനോഹരമായിട്ടുള്ള മ്യൂസിക്കുകളാണ് അവർ. നമ്മുടെ പഴയ കാലത്തെ സോവിയറ്റിലെ ട്രെയിൻ സ്റ്റേഷനുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. നമ്മുടെ മെട്രോ കഴിഞ്ഞ് ഇറങ്ങി വന്നതാണ് കേട്ടോ. നമ്മുടെ ലൂവർ മ്യൂസിയം പോലെ ഇരിക്കുന്നു. ലൂവർ മ്യൂസിയം. Literally. Yeah. Almost look the same. Wow, it's beautiful old town. ഇത് കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ബാക്കുവിലെ ഓൾഡ് ടൗൺ കേട്ടോ. ഇവിടെ പിന്നെ വേറെ കുറച്ച് പഴയകാല ബിൽഡിങ്ങുകൾ. ഇതൊക്കെ യൂറോപ്യൻ, ഈ ഓയിലിൻ്റെ ബൂമിന് ശേഷം യൂറോപ്യൻ ആർക്കിടെക്ചറുകൾ കുറേ വന്നു. ആ ഒരു സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ബാക്കുവിലെ നഗര ഭാഗങ്ങളാണ്. ഈ കാണുന്ന ഇവിടുത്തെ ഒരു പാർക്കാണ് കേട്ടോ. മനോഹരം കേട്ടോ. സത്യത്തിൽ ബാക്കു ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. ബാക്കു ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോ. ഒരു ഓവർ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയൂലേ, അതുപോലെ സിറ്റി സെൻറ്ററൊക്കെ ഭയങ്കര രസമുണ്ട്. കാരണം 4 വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ഒരു സോവിയറ്റ് ഭാഗത്തിൻ്റെ ആർക്കിടെക്ചറുണ്ട്, ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചറുണ്ട്, ഒരു യൂറോപ്യൻ ഒരു ആർക്കിടെക്ചറുണ്ട്, പിന്നെ നമ്മുടെ ഒരു മോഡേൺ ആർക്കിടെക്ചർ, എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണല്ലോ ബാക്കു എന്ന് പറയുന്നത്. ഒരു പിയാനോയൊക്കെ ഉണ്ട്. കാസ്പിയൻ സീയുടെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ, ഞാൻ പറഞ്ഞ ആ കാണുന്നതൊക്കെ നമ്മുടെ പോളിഷ് ആർക്കിടെക്ചേഴ്സ് വന്ന് ഓയിൽ ബൂം ചെയ്ത കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ നിർമ്മിതികളാണ്. ഈ കാണുന്നത് നമ്മുടെ കാസ്പിയൻ സീയുടെ അടുത്ത് ഒരു വലിയ കോട്ടയ്ക്കുള്ളിലാണ് ഇവരുടെ ഓൾഡ് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അങ്ങ് ദൂരെയായിട്ട് നമ്മുടെ കാസ്പിയൻ സീ കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരു ഷിപ്പ് കിടക്കുന്നുണ്ട്. ഓൾഡ് സിറ്റിയുടെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ. പണ്ടത്തെ സിൽക്ക് റൂട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയയൊക്കെ. ഇവിടെ പല സ്ഥലങ്ങളിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ ബാക്കുവിലെ മോഡേൺ ആർക്കിടെക്ചർ അങ്ങ് ദൂരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യൂറോപ്യക്കാരന്മാർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ലായിരിക്കും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ക്യാപ്പുകൾ കേട്ടോ, നമ്മുടെ സോവിയറ്റ് ക്യാപ്പുകൾ. അസർബൈജാനിൽ പൊതുവെ ടൂറിസ്റ്റുകൾ കുറവാണ്. ഒരു തുർക്കിഷിൻ്റെ വൈബും കിട്ടും, കുറവ് ടൂറിസ്റ്റുകളുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും കിട്ടും കേട്ടോ. ഇവിടെ ഇതെല്ലാം പഴയ കാരവാൻ സറായുടെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്ങുകളായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾഡ് സിറ്റിയിലെ ഇവരുടെ പഴയ മാർക്കറ്റിൽ ഒക്കെ ഇവർ പണ്ട് ഇവിടെ മറ്റേ കാർപ്പറ്റ് തെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ ഇപ്പോഴും അതിൻ്റെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഇവിടുത്തെ ഒരു ചെറിയൊരു മസ്ജിദൊക്കെയാണ്. ചായ്, നമ്മുടെ സുവനീഴ്സ്, ബാഗുകൾ, പിന്നെ ഇവിടെ റഷ്യൻ മത്തുഷ്ക. റഷ്യയിലെ അവരുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് മത്തുഷ്ക. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഹലോ, സലാം. നസീൻ. നമ്മുടെ ഓൾഡ് ടൗണിൻ്റെ അകത്തുള്ള ഒരു ജുമാ മസ്ജിദാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു കൊച്ചു മിനാരൊക്കെ. ഇന്ത്യതാ ഇന്ത്യ ആണോ എന്ന് നോക്കിയാണ്. യെസ്, കസാക്കിസ്ഥാൻ. യക്ഷിമാസ്. റഹ്മത്ത്. നമ്മുടെ അസർബൈജാൻ കൂടുതലും ഷിയ വിഭാഗമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ഒരു ഷിയ പള്ളിയാണ്. ഷിയ പള്ളി എന്ന് പറയുമ്പം അസർബൈജാൻ എന്ന് പറയുന്നത് ഷിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു 90% ഷിയ മുസ്ലിം, വളരെ മൈനോറിറ്റി ആയിട്ടുള്ള സുന്നി മുസ്ലിംസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ മോഡേൺ ഫ്ലൈയിങ് മറ്റേ ബട്ടർഫ്ലൈ ബിൽഡിംഗ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇന്ന് ടൂറിസ്റ്റുകൾ കുറവാണോ അതോ കുറവായിട്ട് തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇതാണ് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അസർബൈജാൻ്റെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള മെയ്ദാൻ ടവറിലാണ്. ഏകദേശം 29 മീറ്ററോളം വലിപ്പമുണ്ട് ഈ കാണുന്ന ബിൽഡിങ്ങിന്. 5 മീറ്ററോളം തിക്കുള്ളതാണ് ഇതിൻ്റെ വാള്. ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. സത്യത്തിൽ ഇപ്പോഴും ഈ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായിട്ടുള്ള ഈ ഒരു സംഭവം എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് ആർക്കും സത്യത്തിൽ ഇതുവരെയായിട്ടും അറിയില്ല. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കയറുവാണ്. ഇത് 5 മീറ്ററോളം വലിപ്പമുള്ള തിക്നെസ് ഉള്ള ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഒരു കലവും ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്തിലെ. ഇതാണ്, ഇത് നമ്മുടെ വാട്ടർ വെല്ലാണ് കേട്ടോ, വെള്ളത്തിന് വേണ്ടിയുള്ള ഇതാണ്. ഹാർബർ സിറ്റി ആയതുകൊണ്ട് പണ്ടത്തെ ഫോർട്ടസ് ആയിട്ട്, അതായത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നതുണ്ട്. പിന്നെ മാത്രമല്ല വേറൊരു തിയറി എന്ന് പറയുമ്പോൾ സൊറാസ്ട്രിയൻ മതത്തിൻ്റെ ടെമ്പിൾ ആണെന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കുറേ കൊണ്ട് ഇതുവരെയായിട്ട് മാർക്ക് പറഞ്ഞുകൂടെ എന്താണ് സത്യത്തിലെന്ന്. ധാരാളം റഷ്യയിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകൾ ഇവിടെ ധാരാളം ഉണ്ട്. സെൻട്രൽ ഏഷ്യൻ ടൂറിസ്റ്റുകൾ, സോവിയറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഓപ്പൺ എയർ മ്യൂസിയമാണ്. ഇവിടെ കാണുന്നത് പണ്ടത്തെ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ കാഴ്ച വെച്ചുകൊണ്ട് ഓപ്പൺ എയർ മ്യൂസിയമാണ്. ഇതൊക്കെ എനിക്കൊന്ന് പഴയ കാരവാൻ സറായികളായിരിക്കണം കേട്ടോ. പണ്ടത്തെ ട്രേഡ് റൂട്ടിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന കാരവാൻ സറായികളൊക്കെ ആയിരിക്കണം. ഇവിടെ ഈ ഭാഗത്തൊക്കെ നമുക്ക് മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ ഓൾഡ് സിറ്റിക്ക് പുറത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കാല് അമർത്തുമ്പോൾ വെള്ളം വരും. ഇതാണ് കേട്ടോ സംഭവം, ഇവിടുത്തെ കോഡ്. നമ്മൾ ഓൾഡ് ടൗണിൽ നിന്ന് ഇറങ്ങി മറ്റൊരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നത് മുഴുവൻ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. നമ്മുടെ ലോക്കൽ റെസ്റ്റോറൻറ്റുകളും ഭക്ഷണശാലകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തോട്ട്. ഇവിടെ പിന്നെ വരുമ്പോൾ ഇവിടുത്തെ ആർക്കിടെക്ചർ എല്ലാം നമ്മുടെ ഒരു യൂറോപ്യൻ ആർക്കിടെക്ചറിൽ പണിതിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. ഞാനിവിടുത്തെ ബൊളിവാർഡ് ഏരിയയിലോട്ട് വന്നതാണ്. ഇവിടെ നമുക്ക് നേരെ വന്നാൽ നമ്മുടെ കാസ്പിയൻ സീ കാണാനായിട്ട് സാധിക്കും. ക്യാൻഡി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തോ പരിപാടിയൊക്കെയാണ്. ഇതാണ് നമ്മുടെ കാസ്പിയൻ സീ. കാസ്പിയൻ സീ നമ്മുടെ തുർക്കിയുമായിട്ടും തുർക്ക്മെനിസ്ഥാനുമായിട്ടും കസാക്കിസ്ഥാനുമായിട്ടും നമ്മുടെ അസർബൈജാനുമായിട്ടും റഷ്യയുമായിട്ടൊക്കെ കിടക്കുന്ന ഒരു സീ ആണ് കേട്ടോ. ഇങ്ങനെ ബൊളിവാർഡിൽ നടന്നുകൊണ്ടിരുന്നപ്പം ഒരു കേരള കപ്പിളിനെ ആ ഭാഗത്തായിട്ട് കണ്ടു കേട്ടോ. ഒരു ആലപ്പുഴ ഒരു കപ്പിളാണ്, അവർ കറങ്ങാൻ വേണ്ടി വന്നതാണ്. മലയാളികൾ അവരുടെ കൂടെ 7 പേരെന്തോ കറങ്ങാനായിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡു യു നോ വാട്ട് ബിൽഡിംഗ് ഈസ് ദാറ്റ്? അവൾ ഓൾറെഡി ഇവിടെ നടന്ന് കറങ്ങി. യു ഡോണ്ട് നോ? ഓക്കെ, സം ബിൽഡിംഗ്, എന്തോ ബിൽഡിംഗ് ആണ്, സം ബിൽഡിംഗ്, എന്തോ ബിൽഡിംഗ് അവിടെ ഉണ്ട്. മ്യൂസിയം? I'm not really sure, so I wouldn't say. എന്തോ ഒരു സംഭവം കേട്ടോ. ഇത് ഈ രാത്രി ഈ ഭാഗത്തെല്ലാം ആക്റ്റീവ് ആവുന്ന നൈറ്റ് സമയത്താണ്. ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ വേറെ മോഡേൺ ആയിട്ടുള്ള ആർക്കിടെക്ചർ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ. കുറേ ഇതുപോലത്തുള്ള മോഡേൺ ബിൽഡിങ്ങുകളുണ്ട്, മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചർ ആയിട്ടുള്ളതോ. അവിടെ കടലിൻ്റെ നടുക്കായിട്ട് അവിടെയും. വരുന്ന വഴിയിൽ അർജൻറ്റീനയിൽ നിന്ന് ഹോംലാൻഡ് ആയിട്ടുള്ള നമ്മുടെ ബൗബാബ് ട്രീസൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഫ്ലോറിയൻസയുടെ നാട്ടിൽ നിന്നുള്ള ചെടിയാണ്. കാസ്പിയൻ സീയുടെ അടുത്ത് നടക്കാനായിട്ട് ഇങ്ങനെ ഒരു ലോങ് ഒരു ഏരിയ ഉണ്ട്. അത് എൻലെസ് ആണ് കേട്ടോ. പോകുന്ന വഴിയിൽ ഫുള്ള് റെസ്റ്റോറൻറ്റുകളും സംഭവങ്ങളും കഫ്റ്റേരിയാസ് സംഭവങ്ങളും എല്ലാം ഉണ്ട്. വൈകുന്നേരമായി ആളുകൾ കൂടി കേട്ടോ ഈ ഭാഗത്തൊക്കെ. അസർബൈജാനിലെ പ്രധാനപ്പെട്ടുള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടോ. അതായത് പ്രധാനപ്പെട്ട ഒരു സ്ക്വയറാണ് ഈ കാണുന്നത്. നമ്മുടെ ഫൗണ്ടൻ സ്ക്വയർ എന്ന് പറയുന്ന സ്ക്വയറാണ്. ഈ സ്ക്വയർ ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഞാനൊന്ന് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി, ഇനി കുറച്ച് മണിയും കൂടെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയാണ് ഈ ഫൗണ്ടൻ സ്ക്വയറിലോട്ട് എത്തിപ്പെട്ടത്. ഈവനിങ് ആകുമ്പോൾ ആൾ കൂടി വന്നുകൊണ്ടിരിക്കുക.